ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ്. ഭാഗം 2 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ ആദ്യ ചാപ്റ്റർ 8th ചാപ്റ്ററാണ് കേട്ടോ. ഭാഗം 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ചാപ്റ്ററാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. സൗത്ത് ഇന്ത്യയുടെ ചരിത്രം, ദക്ഷിണേന്ത്യ, കേരളം അടക്കം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയുടെ ചരിത്രം, ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം നമ്മുടെ ഈ ക്ലാസ്സിൽ മൊത്തം ഈ പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ, അതുപോലെ ചോദ്യോത്തരങ്ങൾ, ആക്ടിവിറ്റീസ് എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോക്കാം. 8 ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. ആദ്യം തന്നെ അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു കുട്ടി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കണ്ട ആ സ്കൂൾ ടൂർ, ആ കുട്ടികൾ യാത്ര പോയതിന് ശേഷം തിരിച്ചു വന്ന് ഒരു ട്രാവലോഗ് എഴുതുകയാണ്. അതായത് ആ പഠനയാത്രയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് കണ്ടത്, അനുഭവമാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ വായിക്കുക, അത് ഞാൻ വായിക്കുന്നില്ല. അതിനെ തുടർന്നുള്ളത് പറയാം. ഏതെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് റിച്ചു തൻ്റെ യാത്രാനുഭവത്തിലൂടെ വിവരിക്കുന്നത്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ. ഈ ചരിത്രശേഷിപ്പുകളെ പറ്റി കൂടുതൽ അന്വേഷണമായാലോ? നോക്കാം. നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കടന്നു വന്ന മനുഷ്യൻ്റെ ചരിത്രത്തിലെ ശിലായുഗം, മഹാശിലായുഗം, മനുഷ്യൻ തീ കണ്ടുപിടിച്ചു, ചക്രം കണ്ടുപിടിച്ചു, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ നിന്നാണ് തുടക്കം. ഓക്കെ, അപ്പം നമുക്ക് അതൊക്കെ നോക്കാം. അതിൽ ആദ്യം വരുന്നത് മഹാശിലായുഗത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ, മെഗാലിത്തിക് മോണമെന്റ്സ് എന്നറിയപ്പെടുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗമെന്നും അറിയപ്പെടുന്നു. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്, മഹാശിലായുഗം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മഹാശിലാസ്മാരകങ്ങളെല്ലാം പണി കഴിപ്പിച്ച ആ കാലഘട്ടമാണത് കേട്ടോ. മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു. കേരളത്തിൽ അത് കാണപ്പെടുന്ന സ്ഥലങ്ങളുടെ പേര് വേണം: മറയൂർ, ചേരമങ്ങാട്, കുപ്പകൊല്ലി, മങ്ങാട്. അപ്പം കേരളത്തിൽ മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ലഭിച്ച സ്ഥലങ്ങളുടെ പേര് ചോദിച്ചാൽ ഇതൊക്കെ എഴുതുക: മറയൂർ, ചേരമങ്ങാട്, കുപ്പകൊല്ലി, മങ്ങാട്. തമിഴ്നാട്ടിൽ ആദിച്ചനല്ലൂർ പറഞ്ഞുള്ള സ്ഥലമാണ്. കർണാടകയിൽ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിൽ നാഗാർജുനകൊണ്ട. ഇവിടെ നിന്നൊക്കെയാണ് പണ്ടത്തെ മഹാശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യ ഉൾപ്പെടുന്നത് ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, തമിഴ്നാടു, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഇതും അതേപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ. നെക്സ്റ്റ്, മഹാശിലായുഗ സ്മാരകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്: ഈ തൊപ്പിക്കല്ല്, മുനിയറ, കുടക്കല്ല്, കല്ലറ, അതുപോലെ നാട്ടുകല്ല്. എല്ലാം ശവങ്ങളെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നത് തന്നെയാണ്. നമുക്ക് ഈ കല്ലറ മാത്രമായിരിക്കും ഇന്നുള്ളവർക്ക് പരിചിതമായിട്ടുള്ളത്. ബാക്കിയെല്ലാം മഹാശിലായുഗത്തിൽ ശവം അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മരിച്ചതിന് ശേഷം അടക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നത്. മഹാശിലാസ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗമെന്നും അറിയപ്പെടുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മഹാശിലാ സ്മാരകങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ശവസംസ്കാര രീതിയുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഉപയോഗിച്ചിരുന്നത്. അത് നമുക്കിപ്പോൾ കണ്ടെത്തിയ ആ സ്മാരകങ്ങളിൽ നിന്ന് ഒരുപാട് ഇരുമ്പിൻ്റെ ആയുധങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നുണ്ട്. പണ്ട് ശരീരം അടക്കം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവരുപയോഗിച്ച ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രം, നാണയം ഇതെല്ലാം അടക്കം ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് അത് കണ്ടെത്തുമ്പോഴും അതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇരുമ്പ് യുഗം എന്നും കൂടി അറിയപ്പെടുന്നത് കേട്ടോ. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക്ഷീറ്റ് നോക്കാം. പ്രധാന മഹാശിലാ സ്മാരക കേന്ദ്രങ്ങളാണ് കേരളം, തമിഴ്നാടു, ആന്ധ്ര, കർണാടക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കാം. കേരളത്തിൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറയൂർ മാത്രമല്ല, കുപ്പകൊല്ലി, മങ്ങാടൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ എഴുതാം. തമിഴ്നാട്ടിൽ ആദിച്ചനല്ലൂർ ആണ്. ആന്ധ്രാപ്രദേശിൽ നാഗാർജുനകൊണ്ട, കർണാടകത്തിൽ ബ്രഹ്മഗിരി.
ഇനി നെക്സ്റ്റ് ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ എന്തൊക്കെയായിരുന്നു? കുടക്കല്ല്, തൊപ്പിക്കല്ല്, നാട്ടുകല്ല്, മുനിയറ. സെക്കൻഡിന്റെ ആൻസർ ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വരുന്നത് ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിരുന്ന വസ്തുക്കൾ. അതിന്റെ ആൻസർ ഇതാണ്: ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ. ഇത്രയും വരും. നെക്സ്റ്റ് വരുന്നത് ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗം എന്താണെന്ന് നോക്കാം. ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ചിത്രങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂരിൽ നിന്നും കണ്ടെത്തിയ ഇരുമ്പായുധങ്ങളും ഉപകരണങ്ങളുമാണ്. ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാൾ, അരിവാൾ, കുന്തമുന, മുക്കാലിപ്പീഠം, വിളക്കുകൾ ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇരുമ്പിന്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭക്ഷണശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം. അപ്പോൾ ശരിക്ക് ഈ മഹാശിലായുഗ സംസ്കാരത്തിലാണ് മനുഷ്യൻ ഭക്ഷണം ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് കടക്കുന്നത്. അതുവരെ കാട്ടിലും മേട്ടിലും ഭക്ഷണം തേടി അലഞ്ഞ മനുഷ്യൻ ആ ഒരു യുഗം മുതലാണ് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. അതായത് മനുഷ്യൻ അതുവരെ ഒരു അറിവുണ്ടായിരുന്നില്ല, ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും, പാചകം ചെയ്ത് കഴിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അതുപോലെ തന്നെ സെറ്റിൽഡ് ലൈഫ് ഇല്ല, സൊസൈറ്റി ആയിട്ട് ജീവിതം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാടുകളിൽ അലഞ്ഞ് ഇന്നത്തെ ജന്തുക്കളെ പോലെ തന്നെയായിരുന്നു അന്ന് മനുഷ്യരുണ്ടായിരുന്നത്. അത് മാറിയത് ഈ മഹാശിലാ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം നോക്കൂ. പ്രാചീന തമിഴകമാണ് തന്നിരിക്കുന്നത്. അതിൽ 3 സ്റ്റേറ്റ് അല്ലെങ്കിൽ 3 സ്ഥലങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്: വഞ്ചി, ഉറയൂർ, മധുരൈ. അവിടെ 3ഉം ഭരിച്ചിരുന്ന രാജവംശമാണ് ആ തന്നിരിക്കുന്നത്: ചേരർ, പാണ്ഡ്യർ, ചോളർ. ഓക്കെ, അപ്പോൾ ഇതിനെ തുടർന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ ഇന്ന് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് കണ്ടെത്തും. അത് ദക്ഷിണേന്ത്യയാണ് ആ തന്നിരിക്കുന്നത്: കർണാടകം, തമിഴ്നാടു, കേരളം, ആന്ധ്രാപ്രദേശ്. ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളെ പഴന്തമിഴ് പാട്ടുകൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാത്രമല്ല നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ, ഇതിൽ നിന്നെല്ലാം അന്നത്തെ തമിഴകം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുന്നുണ്ട്. ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘ സാഹിത്യ കൃതികളിൽ നിന്നാണ്. അപ്പോൾ ഈ ചരിത്ര സ്രോതസ്സുകളിൽ നിന്നൊക്കെ പണ്ടത്തെ തമിഴകം എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ തന്നെ ഈ പഴന്തമിഴ് പാട്ടുകളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് കളക്ഷൻ ഉണ്ട്, സമാഹാരമുണ്ട്. അതിനെയാണ് സംഘ സാഹിത്യം എന്ന് പറയുക. അത് വായിച്ചാൽ ഏകദേശം മനസ്സിലാവും അന്ന് എങ്ങനെയൊക്കെ ആയിരുന്നു, അന്നത്തെ ചരിത്രം മനസ്സിലാവും. അപ്പോൾ സംഘസാഹിത്യത്തിൻ്റെ 2 വരികൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് പുറനാനൂറ് എന്ന് പറയുന്ന സംഘസാഹിത്യ കൃതിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വായിക്കാം: സംഘസാഹിത്യ കൃതിയായ പുറനാനൂറിലെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. അപ്പോൾ എന്താ സംഘങ്ങൾ എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. മധുര സെൻറ്റർ ആക്കിയിട്ട് പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ ഗ്രൂപ്പാണ് സംഘങ്ങൾ. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിശേഷിപ്പിക്കുന്നു. പുറനാനൂറ് പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അതിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം. ഈ സംഘം കൃതികൾ തന്നെ അകംപാട്ടുകളും പുറംപാട്ടുകളും ഉണ്ട് കേട്ടോ. അകനാനൂറ്, പുറനാനൂറ് എന്നാ പറയുക. അകംപാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുടുംബജീവിതവും അതുപോലെ തന്നെ സാമൂഹിക സൊസൈറ്റിയിലത്തെ കാര്യങ്ങളും ഒക്കെയാണ് അതിലുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ പുറത്തുള്ള സാമ്പത്തികം, രാഷ്ട്രീയം, സൈനികം ഒക്കെ പരാമർശിക്കുന്ന പുറംപാട്ടുകളിലായിരിക്കും. നെക്സ്റ്റ് സംഘകാല കൃതികൾ 4 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് പഠിക്കാൻ: കുറുന്തകൈ, നറ്റിണൈ, അകനാനൂറ്, പതിറ്റുപത്ത്. അപ്പൊ സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖലൈ. ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ തിരുക്കുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രചിച്ചത് തിരുവള്ളുവറാണ്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പതികാരം കോവലന്റെയും കണ്ണകിയുടെയും കഥ പറയുന്ന അതിൻ്റെ രചയിതാവ് ഇളങ്കോടികളാണ്. മണിമേഖല കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ചിത്തലൈ ചാത്തനാറാണ് മണിമേഖല രചിച്ചത്. ഓക്കെ, അപ്പോൾ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ നമുക്ക് എഴുതണം. സംഘം കൃതികൾ ഒന്ന് പറഞ്ഞു, പിന്നെ തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖലയും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു?
അതിൽ മെയിനായിട്ട് അവർ സാമൂഹ്യ ജീവിതം, കൃഷി, കാലിമേയ്ക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ആ പാട്ടുകളിലും പരാമർശിക്കുന്നുണ്ട്. നമുക്ക് സാമൂഹിക ജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനമായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ തൊഴിൽ ചെയ്തവരെ ഓരോ ഗ്രൂപ്പ്. സാമൂഹികമായിട്ടുള്ള വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആൺ പെൺ വ്യത്യാസം, അങ്ങനത്തെ കാര്യങ്ങൾ, ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു ആ സംഘകാലത്ത് കേട്ടോ. നെക്സ്റ്റ്, സാമ്പത്തികമായിട്ട് കൃഷിയായിരുന്നു പ്രധാനമായിട്ട് ഇവരുടെ ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ എല്ലാം മറ്റു ഉപജീവന മാർഗങ്ങളായിട്ട് ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന വിദേശികൾക്ക് ആവശ്യം കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു. അവരത് വാങ്ങിച്ചു. പിന്നെ അവരിങ്ങോട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് ചെമ്പ്, വെള്ളി, സ്വർണം. അത് വിദേശികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇങ്ങോട്ട് പറഞ്ഞ തമിഴകം. ഓക്കെ, അടുത്തത്, സംഘകാല സാമൂഹിക ജീവിതത്തെ സമകാലിക സാമൂഹിക ജീവിതവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമകാലിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാമൂഹിക ജീവിതവുമായിട്ട് അന്നത്തെ സംഘകാല സാമൂഹിക ജീവിതത്തെ താരതമ്യം ചെയ്യണം. നോക്കാം. സംഘകാല സാമൂഹിക ജീവിതം സമകാലിക ജീവിതത്തിന് സമാനമായിരുന്നു എന്ന് പറയാം. ഏകദേശം സിമിലർ ആണ്. സംഘകാല സാമൂഹിക ജീവിതത്തിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായി വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. അതേസമയം സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. തൊഴിലിനെയോ മറ്റു ഘടകങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവുകൾ ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്നില്ല. ആധുനിക സമൂഹം എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സ്ത്രീ പുരുഷ സമത്വം നിലനിർത്തുന്നു. അപ്പം ഏകദേശം അന്നും ഇന്നും സിമിലർ തന്നെയാണ് സംഘകാല തമിഴകവും ഇന്നും. നെക്സ്റ്റ് നമുക്ക് തിണകളാണ്. തിണകൾ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നതായി സംഘം കൃതികളിൽ പരാമർശിക്കുന്നു. ഇവ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഓരോ തിണയിലും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു. അപ്പൊ 5 തിണകൾ ഏതൊക്കെയാണെന്നറിയോ? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടും മലയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം വനവിഭവ ശേഖരണവും വേട്ടയാടലുമാണ്. അടുത്ത മുല്ലൈ, പുൽമേടുകളും കുറ്റിക്കാടുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെയുള്ള ആൾക്കാരുടെ ഉപജീവനം കന്നുകാലി മേയ്ക്കൽ. അടുത്തത് പാലൈ, വരണ്ട പ്രദേശമാണ്. കൊള്ളയും കവർച്ചയുമൊക്കെയാണ് അവിടെയുള്ളവരുടെ ഉപജീവനം. അടുത്തത് മരുതം, വയൽ പ്രദേശമാണ്. കൃഷിയാണ് ഉപജീവനം. നെക്സ്റ്റ് നെയ്തലാണ്, തീരപ്രദേശം, കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശം. അവിടെയുള്ള ആളുകളുടെ ഉപജീവനം മീൻപിടുത്തവും ഉപ്പുകുറുക്കലുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നെക്സ്റ്റ്, ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റു തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഇവരുടെ പൈസ കൊണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കാശ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നില്ല സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു. അതായത് വിഭവ കൈമാറ്റമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അന്ന് ഉണ്ടായിരുന്നത്. കാശ് ഉണ്ടായിരുന്നില്ല എന്നല്ല, വിഭവങ്ങൾ കൈമാറ്റം ചെയ്തിട്ടാണ് കൂടുതലായിട്ട് ആവശ്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം വിഭവ കൈമാറ്റമാണ് വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. ട്രേഡ് സെൻറ്റേഴ്സ് വന്നു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ പിന്നീട് അങ്ങാടികളായി മാറി. നെക്സ്റ്റ്, ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്, സ്കിറ്റ് അവതരിപ്പിക്കാൻ. അത് നിങ്ങൾ വായിച്ച് നോക്കി ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് രാഷ്ട്രീയ വ്യവസ്ഥയാണ്. പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയാണ്? ചേരർ, ചോളർ, പാണ്ഡ്യർ. 3 രാജവംശമാണ്. അപ്പോൾ ഈ 3 പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി നമ്മൾ മൂവേന്തർ അഥവാ മൂവരസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മൂവേന്തർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഈ രാജാക്കന്മാരെ മൂവേന്തർ എന്നല്ലാണ്ട് കോൻ, കടുംകോ എന്നും കൂടി അവരുടെ ഭാഷയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേര, ചോള, പാണ്ഡ്യന്മാരെ. ഇനി ഇവരുടെ തലസ്ഥാനം നോക്കാം. ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചിയായിരുന്നു. വാഞ്ചി എന്നാണ് ശരിക്കും പറയുക. നെക്സ്റ്റ്, ചോളന്മാരുടെ ഉറയൂർ, പാണ്ഡ്യരുടെ മധുരൈ. നെക്സ്റ്റ്, സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിൽ കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിൽ കീഴിലായി. അപ്പോൾ ഈ ചേരന്മാരുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഉണ്ടല്ലോ, ആ പ്രദേശം കംപ്ലീറ്റ് പിന്നീട് പെരുമാക്കന്മാരുടെ കയ്യിലായി മാറി. അപ്പോൾ ഇതുവരെയാണ് ഇവരെ കുറിച്ചുള്ള കഥ. ഇനി അങ്ങോട്ട് പെരുമാക്കന്മാരാണ്. അപ്പോൾ പെരുമാക്കൾ മഹോദയപുരം, ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് പണ്ടത്തെ മഹോദയപുരം.
മഹോദയപുരത്തെ പെരുമാക്കളുടെ നോക്കാം. CE 9ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. ഈ ചേരന്മാര് തന്നെയാണ് പെരുമാൾ ഭരണത്തിന്റെ ആൾക്കാർ കേട്ടോ. പെരുമാക്കൾ പിൻകാല ചേരർ എന്നറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. അത് വേണം. അപ്പോൾ പെരുമാൾമാരുടെ സ്ഥാനപ്പേരുകൾ ഏതൊക്കെയെന്നുള്ളത് നോട്ട് ചെയ്യണം. പെരുമാൾ, ചേരമാൻ, കുലശേഖര. അടുത്തത് മഹോദയപുരത്തിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. CE 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം, കൊടുങ്ങല്ലൂര്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ വരുന്നുണ്ട്. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുകോത, ഭാസ്കര രവി ഇവരൊക്കെ ആയിരുന്നു പെരുമാക്കന്മാരിലെ രാജാക്കന്മാർ, പ്രധാന ഭരണാധികാരികൾ. ഇനി പെരുമാൾ ഭരണകാലത്തെ രാജ്യത്തെ വിവിധ നാടുകളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പെരുമാൾ രാജ്യം, പെരുമാളാണ് ഭരിച്ചിരുന്നത്. നാടുകൾ നാടുവാഴികൾ ഭരിച്ചു, ദേശങ്ങൾ ദേശവാഴികൾ, കരകൾ പഞ്ചായത്തുകൾ. അപ്പം ഇങ്ങനെയാണ് ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് സാമ്പത്തിക പുരോഗതിയാണ്. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കം മീൻസ് നികുതിയാണ്, ടാക്സ്, പെരുമാൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന 5 വണ്ണം, മണിഗ്രാമം, വളൻഷിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. അപ്പോൾ പെരുമാൾ ഭരണകാലം എന്ന് പറയുമ്പോൾ അവർക്ക് കൃഷി ഉണ്ടായിരുന്നു, വാണിജ്യം ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ട്. അതുപോലെ തന്നെ തുറമുഖങ്ങൾ വഴി സുഗന്ധവ്യഞ്ജന വ്യാപാരം നടത്താം, അതൊരു അവർക്കുള്ള പ്ലസ് പോയിന്റ് ആണ്. പിന്നെ അന്നത്തെ ഈ ട്രേഡിംഗ് കച്ചവട സംഘങ്ങളുടെ പേരുകൾ വേണം. 5 വണ്ണം, മണിഗ്രാമം, വളൻഷിയർ, നാനാദേശികൾ. ഇത് പെരുമാക്കന്മാരുടെ കാലത്തെ കച്ചവട സംഘങ്ങളാണ്. നെക്സ്റ്റ് സാംസ്കാരിക ജീവിതം. ഈ പെരുമാൾ ഭരണകാലത്തെ സാംസ്കാരിക രംഗം നോക്കാം. അവരുടെ സാംസ്കാരിക ജീവിതം കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രമെന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായി മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. ഈ കൂത്തും കൂടിയാട്ടത്തിന്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളോട് ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ദെൻ ഇനി വരുന്നത് 12ാം നൂറ്റാണ്ടിന്റെ ആരംഭമായി. നമ്മൾ പറഞ്ഞു 9 മുതൽ 12ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയാണ് പെരുമാക്കന്മാര്. അപ്പൊ അതിന് ശേഷം എന്ത് സംഭവിച്ചു? 12ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. അതോടെ അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. ഇനി നാടുവാഴി സ്വരൂപങ്ങൾ വരികയാണ്. അപ്പോൾ അതുവരെ അവരുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം സ്വതന്ത്രമായപ്പോൾ അവരൊക്കെ ഓരോ നാടുവാഴി സ്വരൂപങ്ങളായി മാറുകയാണ്. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കി കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് മക്കത്തായും മരുമക്കത്തായും ഉണ്ടായിരുന്നു. അതിൽ മരുമക്കത്തായമായിരുന്നു ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതികളാണ് മക്കത്തായും മരുമക്കത്തായും. പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മക്കത്തായം. പക്ഷേ പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മരുമക്കത്തായം. അപ്പോൾ ഇത് ഒന്ന് നോക്കി വെക്കുക. അപ്പം നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലത്ത് നാട്, കണ്ണൂരാണ് ഇന്നത്തെ, നെടിയിരുപ്പ് കോഴിക്കോട്, പെരുമ്പടപ്പ് ഇന്നത്തെ കൊച്ചി, തൃപ്പാപ്പൂർ, വേണാട്.
നാടുവാഴി ഭരണത്തിന്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തിന്റെ ഫലമായാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങൾ എന്നുള്ളതാണ്. കേരളത്തിന്റെ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെയും കുറേ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ 4 കേരളത്തിൽ നിലനിന്നിരുന്ന പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ ഏതെല്ലാം എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കോലത്തുനാട് സ്വരൂപം കണ്ണൂർ, നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്? കോലത്തുനാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രം, ഭരണാധികാരി കോലത്തിരി എന്ന് അറിയപ്പെട്ടു. അത്രേ അവിടെ നിന്ന് വേണ്ടു. അടുത്ത നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് കേന്ദ്രം, ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടു. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. പെരുമ്പടപ്പ് കൊടുങ്ങല്ലൂരാണ് പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറുന്നത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശമായി മാറുകയാണത്. ദെൻ തൃപ്പാപ്പൂർ സ്വരൂപം വേണാടാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തായിട്ടാണ് ഈ തൃപ്പാപ്പൂർ സ്വരൂപം വരുന്നത്. പിന്നീട് അത് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു. അപ്പോൾ കേരളത്തിന്റെ തെക്കുള്ള ഈ തൃപ്പാപ്പൂർ സ്വരൂപം വേണാടാണ്. അത് തൃപ്പാപ്പൂർ സ്വരൂപമായി മാറി. പിന്നീട് തിരുവിതാംകൂറായി മാറി. ഇപ്പോഴത്തെ തിരുവനന്തപുരം ഉൾപ്പെടുന്ന പ്രദേശം. വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികസനം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമായി മാറ്റിയത്. അപ്പൊ കൊച്ചിയിൽ ശക്തൻ തമ്പുരാനാണ് രാജാവെങ്കിൽ തിരുവിതാംകൂറിൽ ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. ഇവർ രണ്ടുപേരും വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ്. മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും പരിഷ്കാരങ്ങളാണ് ഇനി നോക്കേണ്ടത്. അതിനു മുമ്പ് ഇവിടെ മാമാങ്കം കൊടുത്തിട്ടുണ്ട്. എന്താണ് മാമാങ്കം എന്നുള്ളത് വായിച്ചു നോക്കുക. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയില് 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് മാമാങ്കം. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുക്കുകയായിരുന്നു. അപ്പൊ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. ഭൂമിയുടെ സർവേ ഒക്കെ കൊണ്ടുവന്ന ഇദ്ദേഹമാണ് കേട്ടോ, മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തി. ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനം എന്താണെന്നുള്ളതൊന്ന് വായിക്കുക. 1750 ജാനുവരി 3-ാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. തിരുവിതാംകൂറിന്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തന്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. അതിരു കവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ ഒരു സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിന്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപീകൃതമായത്. അപ്പോൾ പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം ഇന്ന് മലയാളം സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയെങ്കിൽ അതിനൊരുപാട് നാൾവഴികൾ ഉണ്ടായിരുന്നു. ഈ പെരുമാൾ ഭരണത്തിന്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. പിന്നീട് സ്വയംഭരണ പ്രദേശങ്ങളായ നാടുവഴി സ്വരൂപങ്ങൾ വന്നു. ആ നാടുവഴി സ്വരൂപങ്ങൾ മാറിയിട്ട് ഇതുപോലെ തന്നെ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും പോലെയുള്ള നാട്ടുരാജ്യങ്ങൾ വീണ്ടും അതിൽ സ്പ്ലിറ്റായി. അങ്ങനെയാണ് ഈ 14 ജില്ലകൾ രൂപം കൊള്ളുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.